ഞാനോത്തുപള്ളി ബഷീർ. കേരളം ഒരു തെരഞ്ഞെടുപ്പിനെ കൂടി അഭിമുഖീകരിക്കുകയാണ്. കാളികാവ് പഞ്ചായത്തിൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ആദ്യത്തെ സ്ഥാനാർത്ഥി കേരള രാഷ്ട്രീയത്തിന്റെ പുതിയ മുഖം തൃണമൂൽ കോൺഗ്രസ്. കേരളത്തിലെ വലിയ നേതാവാണ് PV അൻവർ. ആ PV അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് കാളികാവ് പഞ്ചായത്തിൽ ആദ്യം പ്രഖ്യാപിക്കപ്പെട്ടത്. ആ സ്ഥാനാർത്ഥിയാണ് എന്റെ കൂടെ ഉള്ളത്. സ്വാഗതം. കാളികാവിലെ പ്രിയപ്പെട്ട മൂർക്കം കുഞ്ഞാണേക്ക, നിങ്ങളുടെ ശരിക്കുള്ള പേരെന്താണ്? ഔദ്യോഗികമായിട്ടുള്ള പേര്? ജാഫർ അലി. മുന്നുണ്ടായിരുന്ന രാഷ്ട്രീയത്തിൽ നിന്ന് ഔദ്യോഗികമായി രാജിവെച്ചതിന് ശേഷം തൃണമൂൽ കോൺഗ്രസിൽ ഔദ്യോഗികമായിട്ട് ചേർന്നു. ഞാനിപ്പോ വണ്ടൂർ മണ്ഡലം എക്സിക്യൂട്ടീവ് അംഗാണ്. അപ്പോ PV അൻവറുമായിട്ടുള്ള ചർച്ചകൾക്ക് ശേഷമാണ് ഈ സ്ഥാനാർത്ഥി. അതെ അതെ, മൂപ്പരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മൂപ്പരുമായിട്ട് കൂടിക്കാഴ്ചയല്ല, മൂപ്പര് ജില്ലാ തലത്തിലുള്ള ഞങ്ങളെ ജില്ലാ നേതാക്കന്മാരായിട്ട് ഇതാക്കി പിന്നെ കൊടുക്കാൻ പറ്റുന്നിടത്തെല്ലാം കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കാളികാവ് പഞ്ചായത്തിൽ എത്ര വാർഡിൽ നിങ്ങളൊക്കെ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി? 4 സ്ഥലത്താണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യപടിയായിട്ട് ഞാൻ 8ാം വാർഡിൽ ഞാൻ കൊടുത്തു, മേലെ കാളികാവിൽ കൊടുത്തു. എല്ലാ വാർഡിലും 4 വാർഡിൽ ഞങ്ങൾ അങ്ങനെ കരുതിക്കുന്നത്. പൂർണ്ണ പിന്തുണ. അപ്പൊ പ്രചാരണത്തിന് PV അൻവർ കാളികാവിൽ മുമ്പ് ഇതില് പരിചയമൊന്നുമില്ല രാഷ്ട്രീയത്തിൽ? മുമ്പ് നിങ്ങൾ ഇതിന്റെ മുമ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മത്സരിച്ചിരുന്നു? ഇല്ല, മത്സരിച്ചിട്ടില്ല. പക്ഷെ 7 വയസ്സ് മുതൽ കോൺഗ്രസിൽ പ്രവർത്തനം തുടങ്ങിയ ആളാണ്. അപ്പൊ ഔദ്യോഗികമായിട്ട് തൃണമൂൽ കോൺഗ്രസിലേക്ക് വന്നു. അപ്പൊ വിജയാശംസകൾ. കാളികാവ് പഞ്ചായത്തിലെ 22 വാർഡുകളിലെ ആദ്യത്തെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ മൂർക്കം കുഞ്ഞാണിയൊക്കെയാണ്. എന്താണ് നിങ്ങൾ ചിഹ്നം? ഏതാണ്? പുല്ലും പൂവും. പാർട്ടി ചിഹ്നം. അപ്പൊ പാർട്ടി ചിഹ്നത്തിൽ തന്നെയാണ് മത്സരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ്. അപ്പൊ കാളികാവിന്റെ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം.